കഴിഞ്ഞ ദിവസം കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനിരയായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്, കുറച്ച് വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ് അല്ലേ. പലരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുമോ അല്ലേ. ഒരുപാട് നമുക്ക് സങ്കടം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. നമ്മൾ സങ്കടപ്പെടുന്നു, അതുപോലെ തന്നെ ആശ്ചര്യപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു, നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മൂക്കിൽ വിരൽ വെക്കുന്നു. പക്ഷെ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം പല മേഖലയിലൂടെയാണ് കുട്ടികൾക്ക് ഇതിനുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ഇടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിറങ്ങുന്ന സിനിമകൾ, മിക്ക സിനിമകളിലും വയലൻസ് എന്ന് പറയുന്നത് യാതൊരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ്. മക്കൾ ഇത് അഭിനയമാണെന്ന് വിചാരിച്ചിട്ട് തന്നെ കുട്ടികൾ സിനിമ കാണുന്നത്. പക്ഷേ കുറേ സമയം 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2-2.5 മണിക്കൂർ ഈ സിനിമയിൽ ഇങ്ങനെ ഇരിക്കുന്ന മക്കളുടെ ഈ ഒരു പ്രത്യേക മൈൻഡ് സെറ്റിങ്സ് ആയിട്ട് ഇത് മാറുന്നുണ്ട് ആ സിനിമ കാണുമ്പോൾ. പിന്നെ അവർ പുറത്തിറങ്ങിയിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും അതിൽ കണ്ട ആ ഒരു രീതിയിൽ വളരെ ശക്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചവർ ഇത് അഭിനയിച്ചു, അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും അടിയോ പിടിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഭിനയമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ മനുഷ്യന്മാരൊക്കെ തല്ല് കിട്ടിയവനൊക്കെ ഇടിച്ചു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മക്കൾ അറിയുന്നില്ല, അവർ ഇത്രയും സിനിമകളൊക്കെ കണ്ടിട്ട് അതിനെ പിന്തുടരുമ്പോൾ, പ്രത്യേകിച്ചിട്ട് നല്ല നല്ല അവർ ആരാധിക്കുന്ന ആരാധനാ പുരുഷന്മാരായ ഓരോ സിനിമാ നടന്മാരും നടികളൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അതിനെ ഫോളോ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിന് ജീവിതത്തിൽ പകർത്തുവാനുള്ള വല്ലാത്ത ഒരു ആർത്തിയാണ് നമ്മുടെ മക്കൾക്ക്. അങ്ങനെ വലിയൊരു വിഷയം നമ്മുടെ ഈ മക്കൾ ഈ രീതിയിലുള്ള കോളേജ് ക്യാമ്പസുകളിലാവട്ടെ അല്ലെങ്കിൽ പുറത്താവട്ടെ, എവിടെയും സ്വന്തം വസ്ത്രധാരണയിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പെരുമാറ്റത്തിലാണെങ്കിലും വല്ലാതെ അവരെ അത് പിടികൂടുന്നുണ്ട്. അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, പിന്നെ നമുക്ക് നേതൃത്വം നൽകുന്ന പല നേതാക്കന്മാരുടെയൊക്കെ വെല്ലുവിളികൾ, അവരൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രാത്തങ്ങൾ, എന്താ ഇതിനൊക്കെ പറയുക. പല നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന, പറഞ്ഞു തീർക്കുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മുന്നിൽ കാണിക്കുന്ന ഓരോ വെല്ലുവിളികൾ ടോട്ടലി നമ്മുടെ മക്കൾ ഇതിനൊക്കെ ഫോളോ ചെയ്യുക. ഒന്നല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ. പിന്നെ അപ്പം ഒരു ചോദ്യമുണ്ട്, മാതാപിതാക്കൾക്ക് ഇതിലൊന്നും റോളില്ലേ? മാതാപിതാക്കൾക്ക് മക്കളെ നല്ലപോലെ വളർത്തിക്കൂടെ എന്നുള്ളത്. മാതാപിതാക്കൾ വളർത്താത്തതിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കുഴപ്പമൊന്നുമല്ല. പക്ഷേ പകുതി മുക്കാലും പുറത്തിറങ്ങിയാൽ കമ്പനി കൂടിയിട്ട് ഇതുപോലുള്ള ഫാൻസുകളായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ നടന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്കോ ഒന്നും യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് ആ കോളേജ് ക്യാമ്പസിൽ നടന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക റാഗിങ്ങിൻ്റെ വീഡിയോസുകൾ, ഫോട്ടോകൾ, വാർത്തകൾ നമുക്ക് ലഭിച്ചത്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കാനും ഇതിൻ്റെ പിറകെ നടന്നിട്ട് പാർട്ടി വളർത്താനും അതേപോലെ തന്നെ പല രീതിയിൽ പല മുതലെടുപ്പ് നടത്താനും എല്ലാവരും ഉണ്ടായിരിക്കും. അത് ഇന്ന പാർട്ടിയാണ്, ഇന്ന ജാതിയാണ്, മതമൊന്നുമല്ല. എവിടെയും നീതിക്ക് പിറകെ നിൽക്കാതെ എൻ്റെ മതം, എൻ്റെ പാർട്ടി, എൻ്റെ ജാതി എന്ന് പറഞ്ഞിട്ട് എവിടെ നടക്കുന്നോ, അങ്ങനെ ആരൊക്കെ എവിടൊക്കെ നടക്കുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവസാനം ഈ കൊണ്ട് നടന്നവർക്ക് തന്നെ പാരയാകുന്ന രീതിയിലായിരിക്കും പലതും കാണുക. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. കോളേജ് ക്യാമ്പസുകളിലാവട്ടെ, സ്വന്തം കുടുംബങ്ങളിലാവട്ടെ, കുറേയൊക്കെ നമ്മുടെ അശ്രദ്ധ, പിന്നെ മറ്റു പല രീതിയിൽ കുട്ടികൾക്ക് മനസ്സ് മാറിപ്പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ പല സാധനങ്ങളും ഇന്ന് പുറത്തുനിന്ന് കിട്ടുകയാണ്. അതൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് മക്കൾ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ വാർത്ത വന്ന്, കൊച്ചിയിലൊക്കെ വളരെ വിശാലമായിട്ട് രാത്രി സമയങ്ങളിൽ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാട്ടിക്കൂട്ടുന്നത്. പോലീസുകാരനോട് ചോദിച്ചപ്പോൾ പോലീസ് അവിടേക്കൊന്നും അടുക്കാൻ പറ്റൂല, അവരൊക്കെ എന്താണോ കഴിച്ചിരിക്കുന്നത് എന്താണോ ചെയ്യുക എന്ന് പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ആ ചാനലിൽ പറഞ്ഞതാ. അപ്പം ഇതുപോലെ ആർക്കും ഒന്നിലും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാരണം അവിടെ പോയിട്ട് 2 ആളുകൾ തടയാൻ ശ്രമിച്ചാൽ ഒന്നല്ലെങ്കിൽ തന്ത വൈബായി, അതല്ലെങ്കിൽ അവിടെ എന്തായി, സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി എന്നിങ്ങനെ പറയുന്നു. ഇവിടെ നമ്മളൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മളൊക്കെ തന്നെയാണ് പ്രശ്നക്കാരും. ഒരു പരിധിയിൽ കൂടുതൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഒരാൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. ഒരുത്തനൊരു കുട്ടിയെ പ്രണയിക്കാൻ വേണ്ടി പിറകെ നടക്കുന്നു, ആ കുട്ടി പ്രണയത്തിന് സമ്മതം മൂടുന്നില്ല എങ്കിൽ പിന്നെ ആ കുട്ടിക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവളെ കണ്ടവിടത്ത് വെച്ചിട്ട് പല രീതിയിൽ എന്താണ് അവനക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടും ആ രീതിയിൽ അവളെ ഇടങ്ങറാക്കിക്കൊണ്ടും ആ കുട്ടിക്ക് പഠിക്കാൻ സ്വസ്ഥമായി പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലിക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്?
നമ്മൾ വളരെ പിന്നെ വിദ്യാഭ്യാസമുള്ളവരും സംസ്കാരമുള്ളവരാണ് കേരളം എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ആരെയും കുറ്റം പറഞ്ഞ് കാര്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസേഴ്സിനോ ഒന്നും അല്ല ഈ കുറ്റം പറയുന്നത്. നമ്മൾ എന്തൊക്കെയോ എവിടൊക്കെയോ എങ്ങനെയൊക്കെയോ മങ്ങിപ്പോകുന്ന നമ്മുടെ ചിന്താഗതികൾ, അല്ലെങ്കിൽ നമുക്കറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ പിന്നെ സത്യങ്ങൾ ഇതൊരു പരിധിവരെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിവാഹ വീട്ടിലാണെങ്കിൽ പോലും മറ്റൊരാൾ നടത്തിയ വിവാഹത്തിനേക്കാൾ കൂടുതൽ ആഡംബരം വേണമെന്ന് പറഞ്ഞിട്ട് റോഡ് തടസ്സപ്പെടുത്തിയിട്ട് അപകടങ്ങൾ വരുത്തുന്ന രീതിയിൽ ഓരോ വാഹനങ്ങളിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ എത്രയാണ്. റോഡ് മുടക്കുക, അതായത് മറ്റൊരുത്തൻ ചെയ്തതിലപ്പുറം, അത് ഏത് പാർട്ടിയുടെ ആവട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയുടെ ആവട്ടെ പരിപാടി ജനങ്ങൾക്ക് മുമ്പിൽ ഭയങ്കര സംഭവമായി എന്ന് അറിയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാട്ടിക്കൂട്ടുകളിൽ നമ്മുടെ മക്കളും പെട്ടുപോവാണ്. നേതൃത്വം കൊടുക്കേണ്ട പാഠമാക്കി കൊടുക്കേണ്ടവർ തന്നെ ഏതോ വിപത്തിൻ്റെ പിറകെയാണ് പോകുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ റീൽസുകൾ, അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ ചെറിയ മനസ്സിൽ തന്നെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള കാഴ്ചകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും പരസ്പരം പറയാനുള്ളത്, നമ്മളെല്ലാവരും കുറച്ചെങ്കിലൊക്കെ ശ്രദ്ധ പാലിച്ചിട്ടില്ല എങ്കിൽ അത് എൻ്റെ മക്കളോ നിങ്ങളുടെ മക്കളോ ഒന്നും അല്ല. പലപ്പോഴും ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ചോദിച്ചാൽ പ്രശ്നക്കാരാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ചോദ്യം ചെയ്താൽ പ്രശ്നക്കാരാ. പിന്നെ ഈ നിയമം തന്നെ, പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ നിയമം തന്നെ ആകെ തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നും ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു പോലീസ് ഓഫീസർ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഏതോ ഒരു ചാനലിൽ പിന്തുടർന്നിട്ട് അതിനെ പിടിച്ചു. എന്നിട്ട് ഇപ്പം ഇന്ന് വാർത്ത കണ്ടു, അതിനിപ്പോഴും കാര്യമായിട്ട് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പണ്ടൊരാൾ പറഞ്ഞില്ലേ വലിയവനക്ക് ഡാഷും ചേരും എന്നുള്ളത്. ആ രീതിയിലൊക്കെ മുന്നോട്ട് പോവുകയാണ്. ആര് തന്നെയാണെങ്കിലും തെറ്റായി കണ്ടുകൊണ്ട് അതിനെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പരിധി വരെയൊക്കെ എല്ലാവർക്കും എല്ലാത്തിനും പേടി ഉണ്ടായിരിക്കും. ഇതെന്ത് തെറ്റ് ചെയ്താലും എൻ്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട് എന്ന് തോന്നിപ്പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ വിജയിക്കും. പക്ഷേ നാളെ ഇതുപോലെ ഒരുപാട് വലിയ സംഘങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ ഈ നാടിനും വീടിനും നമ്മുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ നാടിന് തന്നെ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ട് പിന്നെ ഇവിടെ നിയമം കൊടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു ശ്രദ്ധ നമുക്കെല്ലാവർക്കും നല്ലതാണ്. വലിയ വർത്തമാനം പറയുന്ന വലിയ വലിയ ആളുകളുണ്ട്, പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാ. അവരൊക്കെ വലിയ വർത്തമാനത്തിനൊരു കുറവുമില്ല, ഭയങ്കര നീതി പുലർത്തുന്നവരാ. പക്ഷെ അവർ ചെയ്യുന്ന റോളുകൾ എന്താണ്? പ്രത്യേകിച്ചിട്ട് ഈ കുട്ടികളൊക്കെ ഇന്ന് വല്ലാതെ ഫാനായിട്ട് കൊണ്ട് നടക്കുന്ന പിന്തുടരുന്ന സിനിമാ മേഖലയിലുള്ള നടന്മാരും നടിമാരൊക്കെ അവരുടെയൊക്കെ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭയങ്കര സിനിമ ഒക്കെ ഹിറ്റ് ആവണം എന്ന് വിചാരിച്ച് കാട്ടിക്കൂട്ടുന്നതൊക്കെ അല്ല നമ്മുടെ നാടിന് ഒരു വലിയ ആപത്തുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുക. പലപ്പോഴും തൻ്റെ സിനിമ ഭയങ്കര ത്രില്ലിങ് മൂവി ആവണം എന്നൊക്കെ വിചാരിച്ച് കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങൾ അല്ലെങ്കിൽ വയലൻസ് ആയിട്ടുള്ള കുറേ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ നാടാണ് നാശത്തിലേക്ക് പോകുന്നത്. നമ്മൾ സമ്പത്തിൻ്റെ പിറകെ മാത്രം പോവാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ ഒരു ഞാൻ ഭയങ്കര സംഭവമാവണം, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ അറിയപ്പെടണം എന്ന് വിചാരിച്ച് പലതും കാട്ടിക്കൂട്ടുമ്പോൾ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ലോകമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതിന് ഞാനും ഒരു ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കി കുറേയൊക്കെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, നീതിയുടെ ഭാഗത്തിലൂടെ നിൽക്കണമെന്ന് ഈ ഒരു സംഭവത്തിൻ്റെ പിറകെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കോളേജിലെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇവരൊക്കെ നാളത്തെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാവേണ്ടവരാണ്. ഇവരൊക്കെ വെളുത്ത കോട്ട് ഇട്ടിട്ട് ഒരുപാട് രോഗികളടുത്തേക്ക് പോവേണ്ടവരാണ്. ആ ഹോസ്പിറ്റലിലൊക്കെ അവസ്ഥ എന്താകും? കുറച്ച് വളർന്നു വരുമ്പോഴേക്കും സ്വഭാവമൊക്കെ കണ്ടാമൃഗത്തിൻ്റെക്കാൾ അതപ്പതിച്ചു പോവാന്നാണ് പറയുന്നത്. ആ കാട്ടിക്കൂട്ടലുകളും പിന്നെ ശൈലികളും എല്ലാം വളർന്നു വരുംതോറും നമുക്ക് പക്വതയും തൻ്റെ ഇടവും കൂടണമെന്നാണ് സാധാരണ പറയുക. പക്ഷേ വളർന്നു വരുന്ന മക്കൾക്കുള്ള പക്വതയും തൻ്റെ ഇടവും നഷ്ടപ്പെട്ടിട്ട് എന്തോ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത്. ഇതിന്ന് നാടിന് മാത്രമല്ല, കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ പോലും സ്വസ്ഥതയില്ലാതെ ശാന്തിയില്ലാതെ ഭയപ്പെട്ടുറങ്ങുന്ന ഒരുപാട് അമ്മമാർ, ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, സഹോദരങ്ങളുണ്ട്. പല രീതിയിലുള്ള വീഡിയോ നമുക്ക് കാണുമ്പോൾ നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. എൻ്റെ മകനെ എനിക്ക് പേടിയാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ പേടിയാകുന്നു, മകളെ പേടിയാകുന്നു, എങ്ങനെ എന്ത് പ്രതികരിക്കും, എങ്ങനെ ചെയ്യാമെന്ന് പറയാത്തൊരവസ്ഥ. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ ഒരു പരിധിയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. വെറും സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ പിന്നെ വരുമാനത്തിൻ്റെയും പിറകെ പോവാതെ കുറേയൊക്കെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ നിലയിലൂടെ പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റംസാൻ നിസാമി.